സ്റ്റുഡൻസ് നമസ്കാരം. ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഒരു 15 ക്വസ്റ്റ്യൻസ് ഞാൻ നൽകിയിരുന്നല്ലോ. അതിൻ്റെ ആൻസേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസാണിത്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച 9th കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ 1 or 2 പേജസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിലുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇലക്ട്രിസിറ്റി ഈസ് ദി ഫ്ലോ ഓഫ് ഡാഷ്. സോ എന്താണ് വൈദ്യുതി അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റി? സോ ഇലക്ട്രിസിറ്റി ഈസ് ദി ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ പ്രവാഹമാണ് ഇലക്ട്രിസിറ്റി. ആസ് ദി ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്, we can say electricity is the flow of charges also. So electricity is the flow of free electrons, or electricity is the flow of electric charges. And the second question is, state the law of conservation of energy. So this law states that energy can neither be created nor be destroyed. It can only be transformed from one form to another. That is, ഊർജ്ജത്തെ നമുക്കൊരിക്കലും നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. അതിനെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഓൾ ഓഫ് യു നോ ഇലക്ട്രിസിറ്റി ഈസ് വൺ ഓഫ് ദി, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി ഈസ് വൺ ഓഫ് ദി ഫോംസ് ഓഫ് എനർജി. സോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി ക്യാൻ ഓൾസോ ബി ട്രാൻസ്ഫോംഡ് ഫ്രം ഇറ്റ്സ് ഫോം ടു അനദർ ഫോംസ് ഓഫ് എനർജി. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു റൈറ്റ് ദി എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ഫോളോയിങ് ഡിവൈസസ്. സോ യു ആർ ഗിവൺ 2 devices. First one, electric bulb, which is working on electricity, and the second one is storage battery while charging. അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇലക്ട്രിക് ബൾബ് വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു light energy, and the second one, storage battery while charging, electrical energy converted to chemical energy. അതായത് ബാറ്ററിയിൽ കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ആൻഡ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ എ കണ്ടക്ടർ there should be dash between the ends of the conductor. അപ്പോൾ ഇലക്ട്രിസിറ്റി ഒരു കണ്ടക്ടർ ആയാൽ മാത്രം പോരാ. ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു കോപ്പർ വയർ, ഫോർ എക്സാമ്പിൾ കോപ്പർ വയറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണമെങ്കിൽ അതിൻ്റെ എൻഡ്സിനിടയിൽ എന്താണ് വേണ്ടത്? അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ എനി ഫോംസ് ഓഫ് എനർജി ഫ്ലോ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി, ഇപ്പോൾ ലൈക്ക് ഹീറ്റ് എനർജി, ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് എനർജി. അത് ഫ്ലോ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. എയർ ഫ്ലോ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ഡിഫറൻസ് ഇൻ പ്രഷർ. അതേപോലെ ഇലക്ട്രിക്കൽ എനർജി ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തിൽ ഡിഫറൻസ് ആണ് വേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി മീൻസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ദി ഫ്ലോ ഓഫ് ചാർജസ്. അപ്പോൾ ചാർജസ് ഫ്ലോ ചെയ്യണമെങ്കിൽ കണ്ടക്ടറിൻ്റെ എൻഡ്സിനിടയിൽ ഈ ചാർജസിൻ്റെ എനർജി ലെവലിൽ ഒരു ഡിഫറൻസ് വേണം. ഈ ചാർജസിൻ്റെ എനർജി ലെവലിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കൂടിയ ലെവലിനെ ഹൈ പൊട്ടൻഷ്യൽ എന്നും, അതായത് പോസിറ്റീവ് ചാർജ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്നും, കുറഞ്ഞ ഭാഗത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്നും പറയും. അപ്പോൾ ഈ പൊട്ടൻഷ്യലിൽ ഒരു ഡിഫറൻസ് ആണ് വേണ്ടത്. സോ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണമെങ്കിൽ കണ്ടക്ടറിൻ്റെ എൻഡ്സിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരണം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് വോൾട്ടേജ്. അങ്ങനെ പറയാൻ കാരണം ബിക്കോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് അടുത്ത് വരുന്നത്. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. വോൾട്ട് അല്ലെങ്കിൽ വി. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഓൾസോ നോൺ ആസ് വോൾട്ടേജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പലും വി ആണ്, അതിൻ്റെ യൂണിറ്റും വി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ 1 volt. ഒരു വോൾട്ട് എന്താണെന്ന്. അപ്പോൾ ഒരു ചാർജിനെ മൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു വർക്ക്. അപ്പോൾ ഒരു എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഒരു 1 coulomb ചാർജ്
നമ്മൾ മൂവ് ചെയ്യിക്കാൻ ചെയ്യുന്ന വർക്ക് 1 ജൂളാണെങ്കിൽ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കും. സോ ദി ആൻസർ ഇസ് the 1 volt is the potential difference between 2 points. It will be 1 volt if 1 joule of work is done moving 1 coulomb of charge from one point to another. അതായത് എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് 1 കുളോം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് 1 ജൂളാണെങ്കിൽ ഈ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇലക്ട്രിക് കറൻറ്റ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറൻറ്റ്, ഓർ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ ഐ. സോ ഇൻറ്റൻസിറ്റി മീൻസ് തീവ്രത, അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത. സോ ഇലക്ട്രിക് കറൻറ്റ് ഇസ് നോട്ട് electric current and electricity is, they are not the same. Electric current means intensity of electric current ആണ്, that is തീവ്രതയാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് ചാർജസ്. വാട്ട് ഈസ് ഇലക്ട്രിക് കറൻറ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് ചാർജ് റെപ്രസെൻ്റ് ചെയ്ത ലെറ്റർ ക്യൂ that flows through a point in an electric circuit ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു സെക്കൻഡിൽ ഒരു സർക്യൂട്ടിലൂടെ ഒരു കടന്നു പോകുന്ന ചാർജസിൻ്റെ അളവാണ് ഇലക്ട്രിക് കറൻറ്റ്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ 10 കുളോം ആണെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് എത്രയാണ്? 10 ആംബിയർ. കാരണം ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംബിയർ. ഇപ്പോൾ ഒരു സെക്കൻഡിൽ 100 കുളോം ആണെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് 100 ആംബിയർ. ഒരു സെക്കൻഡിൽ 0.2 കുളോം ആണെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് 0.2 ആംബിയർ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഇസ് ദി ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ സർക്യൂട്ട് ഇൻ യൂണിറ്റ് ടൈം ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഇസ് ആംബിയർ ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The work done to move a charge Q under a potential difference V is dash. So if to move 1 coulomb charge under 1 volt potential difference, the work done W is equal to 1 joule. So if the work done to move 1 coulomb charge under V volt potential difference will be W equal to 1 into V joule. Then to move Q coulomb charge under V volt potential difference, the work done will be Q into V joule. So the work done to move a charge Q under a potential difference V is W equal to QV. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ ചാർജ് ഓഫ് 60 coulomb flows through a conductor for 30 seconds, calculate the electric current through the conductor. So you have to find the electric current I, intensity of electric current. So I is equal to Q by T is the equation. So Q equal to 60 coulomb, T equal to 30 seconds. So substituting 60 by 30 equal to 2 and the unit is ampere. And moving to the 10th question. If 2 points A and B are kept at a potential difference of 12 volt, calculate the work required to move a 2 coulomb charge from A to B. So here the given data is the potential difference between A and B equal to 12 volt and the charge Q equal to 2 coulomb. So we have to find the work done W. So W equal to
QV. So substituting 2 into 12 equal to 24 Joule. And the next question, 11th question, which is the equation to find electric current. So it is simple, I is equal to Q by T. Next, 12th question, state Ohm's law and write the equations of Ohm's law. ഇപ്പോൾ ഇത് നിങ്ങൾ 9th ക്ലാസ്സിൽ സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ് ഓംസ് ലോ. അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓംസ് ലോ എന്താണെന്ന് വെച്ചാൽ when temperature remains constant, the current through a conductor is directly proportional to the potential difference between the ends of the conductor. That is, or in other words, the ratio of potential difference to the current is a constant. സോ എന്താണ് ഓംസ് ലോ എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിൻ്റെ എൻസിനിടയിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറൻറ്റും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നു, വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കുറയുന്നു. ബട്ട് ദർ ഈസ് എ കണ്ടീഷൻ, ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. അതായത് താപനിലയിൽ മാറ്റമില്ലെങ്കിൽ കറൻറ്റും വോൾട്ടേജും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ, അതായത് വി ഡിവൈഡഡ് ബൈ ഐ, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതൊരു സ്ഥിരസംഖ്യ ആയിരിക്കും. ആ സ്ഥിരസംഖ്യ ഇറ്റ് ഈസ് ഈക്വൽ ടു ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആയിരിക്കും. ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓംസ് ലോൻ്റെ ഇക്വേഷൻ എന്താണ്? വി ഡിവൈഡഡ് ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ. ഈ ഒരു ഇക്വേഷനാണ് ഓംസ് ലോൻ്റെ ഇക്വേഷൻ. ഇതിനെ നമുക്ക് വേറെ രണ്ട് രൂപങ്ങളിലേക്ക് മാറ്റി എഴുതാം. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, ഓർ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ദെൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. ദീസ് ത്രീ ആർ ദി ഇക്വേഷൻസ് ഓഫ് ഓംസ് ലോ. ലെറ്റ് us move to the next question. What do you mean by the effect of electric current on a device? So ഇതെന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് കറൻറ്റിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് കറൻറ്റ് ഒക്കെ പറഞ്ഞു. ഈ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് മീൻസ് ഒരു ഡിവൈസിലൂടെ ഇലക്ട്രിക്കൽ എനർജി ഫ്ലോ ചെയ്യുമ്പോൾ അത് പല രൂപങ്ങളിലേക്കും കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതിനെ നമുക്ക് പല രൂപങ്ങളിലേക്കും മിനി ഫോംസ് ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുമ്പോൾ പല രൂപങ്ങളിലേയും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ബൾബ് വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി അത് ലൈറ്റായിട്ട് മാത്രമല്ല, പക്ഷേ ഹീറ്റായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദി യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് converts electrical energy is considered as the effect of electric current on that device. അപ്പോൾ ഒരു ബൾബിൽ നിന്നും നമുക്ക് കിട്ടുന്ന യൂസ്ഫുൾ ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ലൈറ്റാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജിയുടെ ലൈറ്റിംഗ് എഫക്റ്റാണ് ആ ഡിവൈസിൽ നടക്കുന്നത്. അപ്പോൾ എഫക്റ്റ് മീൻസ് ദി യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി. ഫോർ എക്സാമ്പിൾ, ഒരു ഹീറ്റർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി അത് ഹീറ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഹിയർ ദി എഫക്റ്റ് ഈസ് ഈ ഹീറ്റിംഗ് എഫക്റ്റ്. ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ എഫക്റ്റാണ് നടക്കുന്നത്. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ആൻഡ് വിച്ച് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? അപ്പോൾ ഇത് നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ചതാണ്. എല്ലാ കണ്ടക്ടേഴ്സും ഒരേ അളവിലല്ല ഇലക്ട്രിക്കൽ എനർജിയെ അത് കണ്ടക്ട് ചെയ്യുന്നത്. ബിക്കോസ് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതിൽ തന്നെ സിൽവർ നല്ല ഗുഡ് കണ്ടക്ടറാണ്. അത്ര എന്ത് ചെയ്യുന്നില്ല, അയൺ എന്ത് ചെയ്യുന്നില്ല, കണ്ടക്ട് ചെയ്യുന്നില്ല. അതിന് കാരണം ഇവർക്ക് രണ്ട് പേർക്കും നിങ്ങൾക്കറിയാം, നിക്രോം, കോപ്പർ, ദീസ് ടു കണ്ടക്ടേഴ്സിനെ നമ്മൾ ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരേ വോൾട്ടേജാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അവിടെ സെയിം കറണ്ട് അല്ല അത് കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഈ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെയും റെസിസ്റ്റൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ വാട്ട് ഈസ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്നാൽ ഇറ്റ് ഈസ് ദി ഒപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതായത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്ന തടസ്സമാണ് റെസിസ്റ്റൻസ്.
ആ ഒരു തടസ്സം കൂടുമ്പോൾ കറണ്ട് കുറയും. അതായത് റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. ആൻഡ് വിച്ച് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സോ ദർ ആർ 4 factors influencing the resistance of a conductor. First one is nature of the material. അതായത് ആ വസ്തുവിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മാറും. ഇപ്പോൾ കോപ്പറിന് വ്യത്യാസം ഉണ്ടാവും, നിക്രോമിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നേച്ചറിലാണ് ഡിഫറൻസ് ഉള്ളത്. രണ്ടാമത്തേത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ലെങ്ത്തുമായി അത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അതായത് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രപ്പോർഷണലായിട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സോ ദേ ആർ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ. ഇപ്പോൾ നിക്രോം നീളം കുറഞ്ഞ വയറും നീളം കൂടിയ വയറും ആണെങ്കിൽ 12 വോൾട്ട് തന്നെ രണ്ടുപേർക്കും കണക്ട് ചെയ്താൽ അതിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്നത് കുറച്ച് നീളമുള്ള നിക്രോം വയറിലൂടെ ആയിരിക്കും. കാരണം ലെങ്ത്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, റെസിസ്റ്റൻസ് കുറയുമ്പോൾ അതിനനുസരിച്ച് കറണ്ട് കൂടുന്നു. ആൻഡ് ദി തേർഡ് ഫാക്ടർ ഇസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ ഓർ തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ. So they are inversely proportional. That means thickness കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. ആൻഡ് ദി ഫോർത്ത് വൺ ഇസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ആൻഡ് resistance, they are also directly proportional. When temperature increases, resistance also increases. അതായത് ഒരു കോപ്പർ വയറിനെ നമ്മളൊന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് അതിലൂടെയുള്ള കറണ്ട് കുറയും. സോ ദീസ് ആർ ദി 4 factors influencing the resistance of the conductor. And the last question is, what is Joule heating or ohmic heating? സോ ജൂൾ ഹീറ്റിംഗ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ചൂടാവുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഈ രീതിയിൽ ചൂടാവുന്നതിനെയാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഇസ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട് ഓൺ പാസിംഗ് കറണ്ട് ത്രൂ ഇറ്റ്. അതായത് കറണ്ട് ഒഴുകുന്നത് മൂലം ഒരു കണ്ടക്ടർ ചൂടാകുന്ന പ്രോസസ്സാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് heating. ഇപ്പോൾ നിക്രോം വയർ which is used in an electric heater has the heating element. അതിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചൂടാവും. അങ്ങനെ ചൂടാവുന്നതാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ്. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് നോട്ട്സിലേക്ക് എഴുതുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.